മക്കളെ നമസ്കാരം. നമ്മൾ ഹിസ്റ്ററിയുടെ SSLC ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർത്തു വെക്കുക. എന്താണ് ഓർത്തു വെച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. അതിന് പകരമായിട്ട് ആലീഡ് പവേഴ്സ് സഖ്യശക്തികൾ ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു? നമ്മുടെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത് യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് കുറച്ച് വർഷങ്ങളോളം യുദ്ധം നീണ്ടു നിന്ന് അവസാനം എന്താ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഫക്ട്സ് ഓഫ് ദ വാർ, അല്ലെങ്കിൽ യുദ്ധം ബാക്കി വെച്ചത് എന്താണ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെ യുദ്ധം അങ്ങനെ ആദ്യ സമയത്ത് ഈ യുദ്ധത്തിൽ ഈ ആലീഡ് പവേഴ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ സഖ്യശക്തികളുടെ കൂടെ ആരില്ല? സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇല്ല. ബട്ട് ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് വാർ. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും വരവോടുകൂടെ യുദ്ധത്തിലേക്കുള്ള പ്രവേശനത്തോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ്. അങ്ങനെ the Italy and Germany could not withstand the attack and surrendered immediately. ഇറ്റലിക്കും ജർമ്മനിക്കും ഈ സഖ്യശക്തികളുടെ ആലീഡ് പവേഴ്സിൻ്റെ, ഓർത്തു വെക്കണം, രണ്ട് ടീമാണല്ലേ, രണ്ട് ടീമില്ലേ? ഒന്നേതാണ് ആക്സിസ് പവേഴ്സ്, മറ്റേതാണ് ആലീഡ് പവേഴ്സ്. ഇവിടെ ആരൊക്കെയുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നുകൂടെ ഓർത്ത് വെക്കാനാണ്. ആരൊക്കെയുള്ളത്? ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, ജപ്പാനുണ്ട്. ഇവിടെ ആരൊക്കെയുള്ളത്? ഇംഗ്ലണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ചൈനയുണ്ട്. അവരുടെ കൂടെ USA പിന്നെ ചേർന്നു, USSR അഥവാ സോവിയറ്റ് യൂണിയൻ ചേർന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കഥ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യുദ്ധം നിൽക്കുന്നത്. ഈ യുദ്ധം നിൽക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് USA-യും സോവിയറ്റ് യൂണിയനും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതും യുദ്ധത്തിൻ്റെ ഗതി, ദ ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ വാർ, യുദ്ധത്തിൻ്റെ ഗതി മാറുകയും ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് സഹിക്കാൻ വയ്യാതെ, സഖ്യശക്തികളുടെ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സിൻ്റെ അറ്റാക്ക് സഹിക്കാൻ കഴിയാതെ ഇറ്റലിയും ജർമ്മനിയും സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ യുദ്ധത്തിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആഫ്റ്റർ ദ എൻട്രി ഓഫ് അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് ദ വാർ. Italy and Germany could not withstand the attack and surrendered immediately. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും വരവോടുകൂടി എന്ത് സംഭവിച്ചു? യുദ്ധത്തിൻ്റെ ഗതി മാറുകയും സഖ്യശക്തികളുടെ അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ ആക്രമണം, അറ്റാക്ക് സഹിക്കവയ്യാതെ, താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും യുദ്ധത്തിൽ പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയും ചെയ്തു. ഇനി ആരാ ഉള്ളത് ബാക്കി? ഈ ടീമിൽ ഇനി ആരാളുള്ളത്? ജപ്പാനുണ്ട് അല്ലേ? ആരാണുള്ളത്? ജപ്പാനാണ് ഇനി ബാക്കിയുള്ളത്. ഇറ്റലിക്കും ജർമ്മനിക്കൊക്കെ ഒന്നാം ലോക യുദ്ധത്തിൽ തന്നെ അത്യാവശ്യം കിട്ടി ശീലമുണ്ട്. എന്താണിത്, എങ്ങോട്ട് പോവാന്നുള്ളത് കണ്ടറിഞ്ഞ് അവർ പെട്ടെന്ന് കീഴടങ്ങി. മാത്രമല്ല, ഒരു സംഭവം നടന്നു. ഇറ്റലിയുടെ നേതാവായിരുന്നു ആര്? ബെനിറ്റോ മുസോളിനി. ഓർമ്മല്ലേ? ഫാസിസം. ബെനിറ്റോ മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസാൻസ്, അഥവാ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാൽ ആര് കൊല്ലപ്പെട്ടു? ബെനിറ്റോ മുസോളിനി കൊല്ലപ്പെട്ടു. അഥവാ ബെനിറ്റോ മുസോളിനെ പിടിച്ചിട്ട് ആര് കൊന്നു? നാട്ടുകാർ കൊന്നു. കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസാൻസ് ആണ് നാട്ടുകാർ, നാട്ടുകാർ. അങ്ങനെ എന്ത് ചെയ്തു? അവരെ പിടിച്ച് കൊന്നു. ഇനി ആരാളുള്ളത്? ജർമ്മനിയിലൊരു നേതാവുണ്ട്. ആരാ? അഡോൾഫ് ഹിറ്റ്ലർ. ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ കമ്മിറ്റഡ് ടു സൂയിസൈഡ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഈ സഖ്യത്തിന് ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന ഈ ടീമിന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകിയിരുന്ന രണ്ടാളുകളാണ് ആരൊക്കെ? ബെനിറ്റോ മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും. ബെനിറ്റോ മുസോളിനി ഇറ്റലിയിലും അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലും. ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയെ നാട്ടുകാർ ചേർന്ന് കൊന്നു, കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസൻസ്. അതുപോലെ ജർമ്മനിയിലെ നമ്മുടെ ഹിറ്റ്ലർ ആണെങ്കിലോ കമ്മിറ്റഡ് ടു സൂയിസൈഡ്, എന്ത് ചെയ്തു? ആത്മഹത്യയും ചെയ്തു. ഇനി അതോടുകൂടി ഇറ്റലിൻ്റെയും ജർമ്മനിയുടെയും കാര്യം തീരുമാനമായി. ഇനി ആരാളുള്ളത്? ജപ്പാനുണ്ട്. ആരാണ്? ജപ്പാനുണ്ട്. ഈ ജപ്പാനെ തകർക്കാൻ വേണ്ടി, ഈ ജപ്പാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ട്രാൻസ് സൈബീരിയ സ്ഥലത്തിൻ്റെ ഓർത്ത് വെക്കുക.
ട്രാൻസ് സൈബീരിയ എന്ന സ്ഥലത്തിലൂടെ നമ്മുടെ USSR അഥവാ സോവിയറ്റ് യൂണിയൻ, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, സോവിയറ്റ് യൂണിയൻ അതാണല്ലോ USSR. നമ്മൾ സോവിയറ്റ് യൂണിയനെ ചുരുക്കി എഴുതൽ എന്താണത്? USSR. മനസ്സിലാവുണ്ടല്ലോ. അമേരിക്ക ആണെങ്കിലോ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ശ്രദ്ധിക്കാം, ഈ ജപ്പാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയ വഴി ജപ്പാനിലേക്ക് പുറപ്പെട്ടു. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടു ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. സോവിയറ്റ് ആർമി മൂവ്ഡ് ടു ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. ട്രാൻസ് സൈബീരിയ എന്ന പ്രദേശത്തിലൂടെ ജപ്പാനെ കീഴ്പ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ്റെ ആർമി, മിലിറ്ററി വരികയാണ്. പക്ഷേ ബിഫോർ ദ അറൈവൽ ഓഫ് സോവിയറ്റ് ആർമി, അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. ഈ സോവിയറ്റ് ആർമി ജപ്പാനിൽ എത്തുന്നതിന് മുമ്പായിട്ട്, അവരെത്തിയില്ല, സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പായിട്ട് അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ്, 2 ആറ്റം ബോംബുകൾ ജപ്പാനിൽ നിക്ഷേപിക്കുക, ജപ്പാനിൽ വർഷിക്കുക. ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ്. ഏതൊക്കെയാണ് ആറ്റം ബോംബ് എന്നാ വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 6 ആദ്യത്തെ ആറ്റം ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ, ഡ്രോപ്പ്ഡ് ഇൻ ഹിരോഷിമ. എന്നാണ് 1945 ഓഗസ്റ്റ് 6 ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ അമേരിക്ക ആദ്യത്തെ ആറ്റം ബോംബ് ഇട്ടു. ആറ്റം ബോംബിൻ്റെ പേരെന്താ? ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ്. പറച്ചിലൊക്കെ നല്ല സുഖം, ചെറിയ ബോയാണ് പറച്ചിലൊക്കെ, മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ പറച്ചിലൊക്കെ എന്താണ്? ലിറ്റിൽ ബോയ് ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരുന്നു. ഭയങ്കരമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം, ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ഒരു ബോംബിട്ടു. ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. കഴിഞ്ഞില്ല, 2-3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 വീണ്ടും ജപ്പാനിലെ മറ്റൊരു നഗരം, അതിൻ്റെ പേരാണ് നാഗസാക്കി. എന്താണ്? നാഗസാക്കി. ഏതായാലും നാസാക്കി, ശ്രദ്ധിച്ചോളി. നാഗസാക്കിയിൽ അടുത്തൊരു ആറ്റം ബോംബിട്ടു. അതിൻ്റെ പേരാണ് എന്നെപ്പോലെ ഫാറ്റ് മാൻ. എന്താണ്? ഫാറ്റ് മാൻ. അപ്പോൾ ഓർത്തു വെക്കുക, ജപ്പാന്റെ വിധിയാണ് ആലോചിക്കുന്നത്. ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ജപ്പാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സോവിയറ്റ് യൂണിയന് ട്രാൻസ് സൈബീരിയ വഴി ജപ്പാനിലേക്ക് പോയി. സോവിയറ്റിൻ്റെ ആർമി മിലിറ്ററി പോയി. പക്ഷേ സോവിയറ്റ് യൂണിയൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ ഇൻ ദ ഇയർ 1945 ഓഗസ്റ്റ് 6 in Hiroshima. Name of the bomb was Little Boy. Then after 3 days in August 9 America again dropped another atom bomb, that is Nagasaki. That is Fat Man dropped in Nagasaki, a Japan town. ജപ്പാന്റെ 2 നഗരങ്ങളിൽ, ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്ന് പറയുന്ന 2 ബോംബുകൾ വർഷിച്ചതോടുകൂടി ജപ്പാനും കീഴടങ്ങി. കാരണം അതിൻ്റെ എഫക്റ്റ് കുറച്ചൊന്നല്ലായിരുന്നു. ഇന്നും ശാസ്ത്രം പറയുന്നു, ഇന്നും ജപ്പാനിലെ ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെയുള്ള ഈ പ്രദേശങ്ങളിൽ ഇന്നും ജനിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും അംഗവൈകല്യത്തോടുകൂടിയും പല ജനിതക മാറ്റങ്ങളിലൂടെയും പല രീതിയിലുമായിട്ടാണ് ജനിക്കുന്നത്. കാരണം അതിൻ്റെ കിരണങ്ങൾ, അതിൻ്റെ എഫക്റ്റ് ഇന്നും അവിടുത്തെ ജനതകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അന്ന് തകർന്ന പല ബിൽഡിങ്ങുകളും അതുപോലെ ഒരു സംരക്ഷണമായിട്ട് അവരുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും സംരക്ഷിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമുക്കതൊന്ന് പഠിക്കാനുള്ള ഇത് ഓർത്ത് വെക്കുക. അമേരിക്ക ബോംബിട്ടു 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ. 1ാമത്തെ ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. 2ാമത്തെ ബോംബ് ഓഗസ്റ്റ് 9 ഇട്ടു. ബോംബിൻ്റെ പേര് നാഗസാക്കി. ബോംബിൻ്റെ പേര് ഫാറ്റ് മാന്. ഇട്ട സ്ഥലം നാഗസാക്കി. ഇതോടുകൂടി ജപ്പാനും കീഴടങ്ങി. 2ാം ലോകയുദ്ധം അവസാനിച്ചു. പക്ഷേ 2ാം ലോകയുദ്ധത്തിൻ്റെ ഫലം ചെറുതൊന്നുമല്ല. എന്തൊക്കെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസസ് അഥവാ 2ാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചോളാം. 2ാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ അഥവാ കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ആദ്യം ഇംഗ്ലീഷ് മീഡിയം നോക്കുക. ഓവർ 10 million people died. Economic system of European countries was destroyed. European dominance in world diminished. Freedom movements in Asia and Africa intensified.
America and Soviet Union emerged as global powers. In a bid to preserve and maintain world peace, the United Nations Organization UNO was formed. മലയാളം വീഡിയോ ശ്രദ്ധിക്കുക, കൂടെ ഇംഗ്ലീഷ് വീഡിയോ ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്, ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ. എന്ത് ചെയ്തു? ദശലക്ഷക്കണക്കിന് പേര്, 10 ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. ഇതിൽ പറഞ്ഞ ഇറ്റലിയും ജർമ്മനിയും അതുപോലെ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ യൂറോപ്പിലാണ്. ചൈന ഏഷ്യയിലാണ്, ജപ്പാൻ ഏഷ്യയിലാണ്, സോവിയറ്റ് യൂണിയൻ യൂറോപ്പിൻ്റെ ഭാഗത്തുണ്ട്, അമേരിക്ക പിന്നെ യൂറോപ്പിലല്ല. ഏതായാലും യുദ്ധം പ്രധാനമായിട്ടും നടന്നത് യൂറോപ്പിലായതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡെസ്ട്രോയിഡ്. പിന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. അന്ന് വരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശക്തികൾ. അതോടുകൂടി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. പിന്നെ കഴിഞ്ഞില്ല. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ഏഷ്യയിലും ആഫ്രിക്കയിലും ഇതേ സമയത്ത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യ സമരം ഭയങ്കര കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും, ഈ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ ഇങ്ങനെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രദേശങ്ങളിലൊക്കെ കോളനികൾ ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് അവരുടെ രാജ്യം തന്നെ നോക്കാൻ വയ്യ, കാരണം അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയായി. ആ സമയത്ത് ഈ പ്രദേശങ്ങളിലെ, ഈ കോളനികളിലെ, ഏഷ്യയിലെ ആഫ്രിക്കയിലെയും കോളനികളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ത് ചെയ്തു? ശക്തിപ്പെടാൻ തുടങ്ങി. ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. പിന്നെന്താ സംഭവിച്ചത്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. അതുവരെ ലോകത്തിലെ വൻ ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും മറ്റും ഇറ്റലിയും ജർമ്മനിയൊക്കെ ആയിട്ട് വലിയ മുൻതൂക്കമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട വൻ ശക്തികളാക്കി ഗ്ലോബൽ പവേഴ്സ് വൻ ശക്തികളായിട്ട് ആര് ഉയർന്നു വരികയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. പിന്നെ നമ്മൾ ഒന്നാം ലോക യുദ്ധത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്നാം ലോക യുദ്ധത്തിൽ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒരു സംഘടനയുണ്ടായിരുന്നു, ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാഷ്ട്ര സഖ്യം. അത് തകർന്നു. എന്നാൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു സമാധാനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് പീസ്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പുതിയൊരു സംഘടന ഉണ്ടാവുകയാണ്. അതിൻ്റെ പേരാണ് ഐക്യരാഷ്ട്ര സംഘടന, അതല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. UNO അതല്ലെങ്കിൽ UN എന്നൊക്കെ നമ്മൾ ചുരുക്കി പറയും. അത് നമ്മൾ തൊട്ടടുത്ത ടോപ്പിക്കിൽ പഠിക്കും. ഇതാണെന്ത്? രണ്ടാം ലോക യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ. ഓർത്തു വെക്കണം, നന്നായിട്ട് പഠിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു, അഥവാ ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡെസ്ട്രോയിഡ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു, അഥവാ ഫ്രീഡം മൂവ്മെൻറ്റ്സിന് യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങളെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 1, 2, 3, 4 കണ്ടോ? ആ 4 എണ്ണം ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളിലും അതുപോലെ പറയുന്ന സാധനമാണ്. ശ്രദ്ധിച്ചോ? അതുപോലെ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലത്തിനും അതന്നെയല്ല പറഞ്ഞിരുന്നത്, ഏകദേശം അത് തന്നെയാണ്. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞിരുന്നത്? ആ സാധനത്തിലെ നമ്മൾ അന്ന് കോഡൊക്കെ വെച്ച് പഠിച്ച ഒന്നാം ലോക യുദ്ധത്തിലെ അതേ പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 പോയിന്റും രണ്ടാം ലോക യുദ്ധത്തിനും എഴുതാൻ പറ്റും. ഇവിടെ തന്ന 6 പോയിന്റിൽ 4 പോയിന്റും, ആദ്യത്തെ 4 പോയിന്റും ഒന്നാം പുസ്തകം നോക്കണേ, ടെക്സ്റ്റ് നോക്കിയാലും കുഴപ്പമില്ല, ടെക്സ്റ്റിൽ നോക്കുക, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ആദ്യത്തെ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ റിസൾട്ടാക്കിയും എഴുതിയ, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ റിസൾട്ടാക്കിയും എഴുതുക, രണ്ടിനും എഴുതുക. അതാണ് പ്രത്യേകത. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഒരു വെടിക്ക് 2 പക്ഷിയാണ്. രണ്ടിനും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ആകെ മാറ്റം വരുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഗ്ലോബൽ പവേഴ്സ് ശക്തികളായിട്ട് മാറി എന്നുള്ളതും. പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. അവിടെ സർവ്വരാഷ്ട്ര സഖ്യാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാക്കിയത്? ഐക്യരാഷ്ട്ര സംഘടന. അഥവാ അവിടെ ലീഗ് ഓഫ് നേഷനാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ പകരം എന്താ വരുന്നത്? UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അത്ര വ്യത്യാസമേ ഉള്ളൂ. അഥവാ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അതല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഏത് ഫലം പഠിച്ചു കഴിഞ്ഞാലും ഒരു 4-5 പോയിന്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി രണ്ടിനും വേണ്ടി പഠിക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെഡി? ഓക്കെ.
മക്കളെ, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എഫക്ട്സ് ഓഫ് വാർ, കോൺസിക്വൻസസ് ഓഫ് വാർ നമ്മൾ ഓൾസോ ഡിസ്കസ്ഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പറയുന്നത് അടുത്തൊരു ടോപ്പിക്കാണ്, സമാധാനത്തിൻ്റെ ചിറകിലേറി, അതല്ലെങ്കിൽ ഓൺ ദ വിങ്സ് ഓഫ് പീസ്. സമാധാനത്തിൻ്റെ ചിറകിലേറി എന്താണ് അതിൽ പറയുന്നത്? അതിൽ നമ്മൾ പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലം പറഞ്ഞപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് എ ന്യൂ ഓർഗനൈസേഷൻ എമേർജ്ഡ്, ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പുതിയൊരു സംഘടന രൂപീകൃതമായിട്ടുണ്ട്. അതിൻ്റെ പേരാണെന്ത്? ഐക്യരാഷ്ട്ര സംഘടന, അതല്ലെങ്കിൽ UNO. ഏതാണ്? UNO. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാം ലോക യുദ്ധത്തിൽ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായ, അതിനുശേഷം ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻ, അതല്ലെങ്കിൽ സർവ്വരാഷ്ട്ര സഖ്യം. സർവ്വരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ് ദെയർ ആക്ടിവിറ്റി. അവരുടെ പ്രവർത്തനത്തിൽ ഈ പ്രൊട്ടക്ട് ദ ജനറേഷൻ ഫ്രം ദ വാർ, ലോകത്തിലെ ജനറേഷനെ, സമൂഹത്തെ, ഒരു തലമുറയെ യുദ്ധത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ആര് പരാജയപ്പെട്ടു? നമ്മുടെ ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ്. ലീഗ് ഓഫ് നേഷൻ എന്ത് ചെയ്തു? സർവ്വരാഷ്ട്ര സഖ്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടതിന് ശേഷം ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എ ന്യൂ ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. ലോകത്തിൽ യുദ്ധത്തിന് ശേഷം മറ്റൊരു സംഘടന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപീകൃതമാകുകയാണ്. അതാണെന്ത്? ഐക്യരാഷ്ട്ര സംഘടന, അതല്ലെങ്കിൽ UNO എന്ന പേരിൽ അറിയപ്പെടും. UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ചിലപ്പോൾ അതിനെ UN എന്നും വിളിക്കാറുണ്ട് കേട്ടോ. UN എന്ന്, യുണൈറ്റഡ് നേഷൻസ്, UN എന്നൊക്കെ പറയും, മനസ്സിലാവില്ല, അങ്ങനെയും ഷോർട്ടാക്കി വിളിക്കാറുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന അതല്ലെങ്കിൽ UNO എന്നാണ് രൂപീകൃതമായത്. ഓർത്തു വെക്കുക, 1944 ഒക്ടോബർ 24, 1945 ഒക്ടോബർ 24. അഥവാ നിങ്ങൾക്ക് സ്കൂളുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒക്ടോബർ 24 ലോകത്തിൽ പലപ്പോഴും എന്താണ്? ലോകത്തിന് ഒന്നാകെ നമ്മൾ സ്കൂളുകളിലും ഒക്കെ എന്താ ആഘോഷിക്കാറുണ്ട്? ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആഘോഷിക്കാറുണ്ട്, അതല്ലെങ്കിൽ UN ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളീ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന എന്താണ്? രൂപീകൃതമായത് എന്താണ്? 1945 ഒക്ടോബർ 24 ഈ സംഘടനയുടെ അവാർഡാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് എന്ത് കിട്ടിയത്? അവാർഡ് കിട്ടിയത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക അവാർഡ് കിട്ടി, മനസ്സിലാവുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഐക്യരാഷ്ട്ര സംഘടന 1945 ഒക്ടോബർ 24 രൂപീകൃതമാകുന്നു. എന്തിനു വേണ്ടി? ഫോർ ദ പീസ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ന്യൂയോർക്ക്. എവിടെയാണ്? ന്യൂയോർക്ക്. അമേരിക്കയിലെ, USA ന്യൂയോർക്കാണ് അതിൻ്റെ ആസ്ഥാനം, സെൻറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഫ് UNO വാസ് ന്യൂയോർക്ക് ഇൻ USA. അമേരിക്കയിലെ ന്യൂയോർക്കാണ് എന്തിൻ്റെ ആസ്ഥാനം? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ? പ്രധാനമായിട്ടും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് 3 ലക്ഷ്യങ്ങളാണ്. എത്ര ലക്ഷ്യങ്ങളാണ്? 3, 1, 2, 3, 1, 2, 3. നോക്കിക്കോളൂ, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സേവ് സക്സീഡിങ് ജനറേഷൻ ഫ്രം വാർ. ലോകത്തിലെ ഭാവി തലമുറയെ വാറിൽ നിന്ന്, വാർ എന്ന ചെരുപ്പിൻ്റെ വാറല്ല കേട്ടോ, ചെരുപ്പിൻ്റെ വാർ എല്ലാവരും മാറ്റിക്കാണ്ട് അങ്ങോട്ട് ഷൂട്ട് എടുക്കുക, അതല്ല ഉദ്ദേശിച്ചത്. വാർ, യുദ്ധം. എന്താണ്? യുദ്ധം. ശ്രദ്ധിച്ചോളൂ. അപ്പം സേവ് സക്സീഡിങ് ജനറേഷൻ ഫ്രം വാർ, ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ഫോസ്റ്റർ ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ കൺട്രീസ്. രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ ഫോസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക, രാജ്യങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പുരോഗതിയെ ശക്തമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോസ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. മൂന്നാമത് നോക്കൂ, പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. അഥവാ ലോകത്തിൽ രാജ്യങ്ങൾക്കിടയിലും, രാജ്യങ്ങൾ തമ്മിലും, രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലും, ഒരുപാട് രാജ്യങ്ങൾ തമ്മിലും, രാജ്യങ്ങളുടെ കൂട്ടങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് നിയമങ്ങളും കരാറുകളും ട്രീറ്റീസും ഒക്കെ ഉണ്ടാക്കും. കരാറുകൾ, ഉടമ്പടികളൊക്കെ ഉണ്ടാക്കും. അതെന്ത് ചെയ്യുക?
ഐക്യരാഷ്ട്ര സംഘടന നേരിട്ട് നടക്കണ്ടോ, നേരിട്ട് നല്ല രീതി പാലിക്കണ്ടോ എന്നൊക്കെ നോക്കിക്കാണ്ട് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ there are 3 objectives related to UNO. In the formation time, UNO have mainly 3 objectives. First one, save succeeding generation from the war. ലോകത്തിലെ ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. Second one, foster the development of the countries. രാജ്യങ്ങളുടെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുക. Third one, protect international treaties and laws. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. മക്കളെ, ഇന്നും അന്ന് നമ്മൾ ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടൂലേ, 1919 ശേഷം രൂപീകൃതമായ, ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായ, അന്നുണ്ടാക്കിയ, ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ ലീഗ് ഓഫ് നേഷൻ അന്ന് പരാജയപ്പെട്ടെങ്കിൽ മൂന്നാമതൊരു ലോകയുദ്ധം പിടിച്ചു നിർത്തുന്നതിൽ ആർക്ക് വലിയ പങ്കുണ്ട്? ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്നും 1945 ഒക്ടോബർ 24 രൂപീകൃതമായ ഈ സംഘടന ഇന്നും ലോകത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കാൻ ഉദ്ദേശിക്കുക. ഓക്കെ, യെസ്, ഇതാണ് UNO അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഓക്കെ മക്കളെ, അവസാനത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ മറ്റൊരു ടോപ്പിക്കാണ് കോളനികൾ സ്വതന്ത്രമാകുന്നു. കോളനീസ് ബിക്കം ഫ്രീ. കോളനികൾ സ്വതന്ത്രമാകുന്നു, കോളനീസ് ബിക്കം ഫ്രീ. നമ്മൾ പറഞ്ഞു 2ാം ലോക യുദ്ധം കഴിഞ്ഞു അല്ലേ? അങ്ങനെ 2ാം ലോക യുദ്ധത്തിൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണ്? ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തേൺഡ്. ലോകത്തിലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ത് ചെയ്തു? ശക്തമായി. നമ്മൾ പറയുന്നത് ലോകത്തിലെ 2ാം ലോക യുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വ ശക്തികളുടെ ആധിപത്യത്തെ പല ആളുകളും ചോദ്യം ചെയ്യാണ്. ക്വസ്റ്റ്യൻ ദ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്. ഒരുപാട് രാജ്യങ്ങൾ, ശ്രദ്ധിക്കണേ, ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ എന്താ ചെയ്തത്? ബ്രിട്ടനും ഫ്രാൻസ് പോലത്തെ ഒരുപാട് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക, കോളനികളായിട്ട് വെച്ചിരിക്കുക. ഇന്ത്യ അടക്കം, ഇന്ത്യയിൽ ബ്രിട്ടനായിരുന്നു, അതുപോലെ ഓരോ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. എന്നാൽ ക്വസ്റ്റ്യൻഡ് ദ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഈ ഡോമിനൻസിനെ, ഈ ആധിപത്യത്തെ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, അന്ന് അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ വേർ ദ ന്യൂ സൂപ്പർ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയൻ എന്താണ്? അന്നത്തെ പ്രധാനപ്പെട്ട പുതിയ സൂപ്പർ രാജ്യങ്ങളെ, സൂപ്പർ ഗ്ലോബൽ പവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഈ സൂപ്പർ പവേഴ്സ് സപ്പോർട്ടഡ് ദ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ കോളനീസ്. കോളനികളിലെ ഫ്രീഡം മൂവ്മെൻറ്റിനെ, സ്വാതന്ത്ര്യ സമരങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ടായിരുന്ന ഈ കോളനികളിലെ രാജ്യങ്ങളൊക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ ഈ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, അതേ സമയത്ത് അന്നത്തെ പുതിയ ശക്തികളായിട്ട് ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോളനികളിലെ ഈ സ്വാതന്ത്ര്യ സമരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ there are many countries become free from dominance of imperialist countries. Many countries secure freedom from imperialist powers. Many countries secure freedom from imperialist countries. ഒരുപാട് രാജ്യങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി. ഒരുപാട് രാജ്യങ്ങൾ സാമ്രാജ്യ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി. അതിനെ വിളിക്കുന്ന പേരാണ് അപകോളനീകരണം, അതല്ലെങ്കിൽ ഡീകൊളോണൈസേഷൻ. ഇമ്പീരിയലിസ്റ്റ് പവേഴ്സിൻ്റെ ചോട്ടിൽ നിന്ന്, അവരുടെ കീഴിൽ നിന്ന് കോളനീസ് സ്വതന്ത്രമായി. കോളനീസ് ബിക്കം ഫ്രീ, സെക്യൂർ ഫ്രീഡം ഫ്രം ഇമ്പീരിയലിസ്റ്റ് ഡോമിനൻസ്. കോളനീസ് സെക്യൂർ ഫ്രീഡം ഫ്രം ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ്. ആ വാക്കിനെ, ആ ഒരു സംഗതിയെ, ആ ഫ്രീഡം നേടിയ സംഗതിനെ വിളിച്ചിരുന്ന പേരാണ് ഡീകൊളോണൈസേഷൻ. അഥവാ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്ന് ഈ രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നു. അതിനെ വിളിച്ച പേരാണെന്ത്? അപകോളനീകരണം. എന്താണ്? അപകോളനീകരണം. ആരൊക്കെയാണ് അപകോളനീകരണത്തിൽ അന്ന് സാമ്രാജ്യ ശക്തികളുടെ ഇത്തരത്തിലുള്ള ആധിപത്യങ്ങൾക്കെതിരെ ചോദ്യം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആധിപത്യങ്ങളെ ചോദ്യം ചെയ്ത? ഒരുപാട് ആളുകളുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ നേതാക്കന്മാരുണ്ടാവും. നമ്മളിവിടെ പറയുന്നത് അന്ന് ഈ ആധിപത്യം
ജനാധിപത്യങ്ങൾക്കെതിരെ ചോദ്യം ചെയ്ത 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ പേരും നമ്മളൊന്ന് പരിചയപ്പെടണം, പഠിക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ്, ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 4 നേതാക്കന്മാർ? 1 മഹാത്മാഗാന്ധി, അവർ റെസ്പെക്ട്, അവർ ബിലവ്ഡ്, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി. ഏതാ രാജ്യം? പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. 2 നെൽസൺ മണ്ടേല, നമുക്ക് നല്ല മണ്ടേന് കേട്ടോ, അതുകൊണ്ടാണ് മണ്ടേല ഇട്ട്, അങ്ങനെ ഒന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിക്കരുത്. എക്സാമിന് നെൽസൺ മണ്ടേല ഹൈ ഹ്യൂജ് മണ്ട, ഭയങ്കര മണ്ടേന്ന് എഴുതിക്കരുത്, ശ്രദ്ധിച്ചോളി. നെൽസൺ മണ്ടേല ഏതാ രാജ്യം? സൗത്ത് ആഫ്രിക്ക. ഇനി 3ാമത്തെ ആള് ക്വാമി എൻക്രൂമ. മൂപ്പർക്ക് ഇനി ക്രിമിൻ്റെ അസുഖം ഉണ്ടെന്ന് വിചാരിക്കേണ്ട, മൂപ്പരുടെ പേര് അങ്ങനെയാണ്, മനസ്സിലാവുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള പഠിക്കുക. ക്വാമി എൻക്രൂമ ഗാനയിലായിരുന്നു. ഏതാണ്? ഗാന, ആനല്ല ഗാന, ശ്രദ്ധിച്ചോളി. നെക്സ്റ്റ് ജോമോ കെനിയാത്ത, അല്ലേ? പാത്തുമാത്ത, ബിപാത്താത്ത, സൈനബാത്ത, അങ്ങനെ കുറേ താത്താരെ പേരിട്ടില്ലേ? അതേപോലെ ഒരു താത്തയാണ്, താത്ത എന്നല്ല ഡാണാണ്, ശ്രദ്ധിക്കുക. ജോമോ കെനിയാത്ത, ജോ കെനിയാത്ത അല്ല, ജോമോ കെനിയാത്ത. എന്താണ്? ജോമോ കെനിയാത്ത ഫ്രം കെനിയ, പേരിൽ നിന്ന് തന്നെ കിട്ടും, കെനിയ, കെനിയ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 ആളുകളുടെ പേര് പഠിച്ചു വെക്കണം. ഇന്ത്യയിൽ നിന്ന് മഹാത്മാഗാന്ധി, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നെൽസൺ മണ്ടേല, ഗാനയിൽ നിന്ന് ക്വാമി എൻക്രൂമ, കെനിയയിൽ നിന്ന് ജോമോ കെനിയാത്ത. ഈ 4 ആളുകളുടെ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കണം, മനസ്സിലാവുണ്ടല്ലോ. ഇതാണെന്ത്? കോളനികൾ സ്വതന്ത്രമാകുന്നു, കോളനീസ് ബിക്കം ഫ്രീ. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ടോപ്പിക്കുകൾ ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന് നമ്മളെടുത്തത് 2ാം ലോകയുദ്ധത്തിൻ്റെ ഫലമാണ്. ഒന്ന് നമ്മളെടുത്ത് ഏതാണ്? 2ാം ലോകയുദ്ധത്തിൻ്റെ ഫലം. 2ാം ലോകയുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങുന്നു. അതിൽ ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യുന്നു, ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ മുസോളിനിയെ നാട്ടുകാർ കൊല്ലുന്നു. അതിനുശേഷം ജപ്പാനിലേക്ക് പോകുന്നു, ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ബോംബിടുന്നു. പിന്നെ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട 6 ഫലങ്ങൾ, അത് 1ാം ലോക യുദ്ധത്തിൻ്റെ ഫലവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അതിനുശേഷം UNOയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അത് രൂപീകരിച്ച ഡേറ്റ് പറഞ്ഞു, അതിൻ്റെ ആസ്ഥാനം പറഞ്ഞു. എവിടെയാണ് ആസ്ഥാനം? ന്യൂയോർക്ക്, USA ന്യൂയോർക്ക് പറഞ്ഞു, അമേരിക്കയിലെ ന്യൂയോർക്കാണ്. അതിനുശേഷം അതിൻ്റെ 3 ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കോളനികൾ സ്വതന്ത്രമാകുന്നതിനെ കുറിച്ച് അപകോളനീകരണം അഥവാ ഡീകൊളോണൈസേഷൻ പറഞ്ഞു. ആരൊക്കെയാണ് അത് ആ സ്വാതന്ത്ര്യ സമരം സപ്പോർട്ട് ചെയ്തത്? USA-യും USSR-ഉമാണെന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് ഈ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സിനെ, സാമ്രാജ്യ ശക്തികളെ ചോദ്യം ചെയ്ത പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരും അവരുടെ രാജ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഉഷാറായിട്ട് കാണാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും തൊട്ടടുത്ത് ഇനി എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി രസം കഴിഞ്ഞിട്ടില്ല. ഇപ്പം അമേരിക്കയും സോവിയറ്റ് യൂണിയനും വലിയ ചങ്ങാതിമാരാ, അല്ലേ? അമേരിക്കൻ സോവിയറ്റ് യൂണിയനും. എന്നാൽ അതിൻ്റെ കോലൊക്കെ മാറാൻ പോവുകയാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ ഒരുമിച്ച് നിന്നിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ എന്ത് സംഭവിക്കുന്നു? അവർ ശത്രുക്കളാണോ അതോ മിത്രമായിട്ട് തുടർന്നു പോയോ? അതല്ലെങ്കിൽ ശത്രുക്കളായതിനു ശേഷം വേറെ എന്തെങ്കിലും സംഭവവികാസം ലോകത്തിൽ സംഭവിച്ചോ? അടുത്ത ക്ലാസ്സിൽ കാണാം, കാത്തിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. ശരി, ഓൾ ദി ബെസ്റ്റ്. സീ യു. ബൈ ബൈ.